ഒന്നാലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചില്ലേ? നമ്മൾ പഠിച്ച രീതി, ആ വിഷയങ്ങൾ, എന്തിന് നമ്മുടെ ഈ പരീക്ഷാ സിസ്റ്റം പോലും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ശരിക്കും 200 വർഷത്തിലധികം പഴക്കമുള്ളൊരു വലിയ കഥയുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തുടങ്ങി ഇന്ന് വരെ നമ്മളെ സ്വാധീനിക്കുന്ന കുറേ തീരുമാനങ്ങളുടെയും വലിയ വലിയ സംവാദങ്ങളുടെയും ഒരു കഥ. അപ്പോ ഈ ചോദ്യത്തിനൊരു ഉത്തരം വേണ്ടേ? അതിന് നമുക്ക് ഒരുമിച്ചൊരു ചരിത്രയാത്ര പോകാം. നേരെ കൊളോണിയൽ ഇന്ത്യയിലെ ക്ലാസ് റൂമുകളിലേക്ക്, അവിടുന്ന് തുടങ്ങി സ്വതന്ത്ര ഇന്ത്യയുടെ വലിയ സ്വപ്നങ്ങളിലേക്ക്. ഈ യാത്രയിലുടനീളം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ തന്നെ ഇളക്കിമറിച്ച ചില നിർണായക നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകാൻ പോകുന്നത്. അപ്പോ തുടങ്ങാമല്ലേ? നമ്മുടെ ആദ്യത്തെ ഭാഗം, കൊളോണിയൽ അടിത്തറ. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഏകദേശം ഒരു 200 വർഷം മുൻപാണ്. അന്ന് ഇന്ത്യക്കാർ എന്ത് പഠിക്കണം, അതെങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച് ഒരു വലിയ സംവാദം നടന്നു. സത്യം പറഞ്ഞാൽ ആ ഒരൊറ്റ സംവാദമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞത്. അപ്പോ സംഭവം ഇതാണ്. അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഇടയിൽ 2 ടീമുകളുണ്ടായിരുന്നു. ഒരു കൂട്ടർ ഓറിയന്റലിസ്റ്റുകൾ. അവർ പറഞ്ഞത് ഇന്ത്യയുടെ പരമ്പരാഗത അറിവുകൾ, സംസ്കൃതം, പേർഷ്യൻ പോലുള്ള ഭാഷകളൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നായിരുന്നു. എന്നാൽ മറുഭാഗത്ത് ആംഗ്ലിസിസ്റ്റുകളുണ്ടായിരുന്നു. അവർക്ക് ഉറപ്പായിരുന്നു ഇന്ത്യയ്ക്ക് പുരോഗതി വേണമെങ്കിൽ ഇംഗ്ലീഷിലൂടെയുള്ള പാശ്ചാത്യ വിദ്യാഭ്യാസം തന്നെ വേണമെന്ന്. ഈ 2 ആശയങ്ങളും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം തന്നെയായിരുന്നു അത്. ഒടുവിൽ അതൊരു നിർണായക തീരുമാനത്തിലേക്കെത്തി. ഈ വലിയ തർക്കത്തിനൊരു അവസാനം കുറിച്ചത് ഒരൊറ്റ വ്യക്തിയാണ്, തോമസ് ബാബിംഗ്ടൺ മെക്കാളെ. അദ്ദേഹത്തിന്റെ മെക്കാളെയുടെ മിനിറ്റ് എന്നറിയപ്പെടുന്ന ആ റിപ്പോർട്ട്, അതോടെ കളി മാറി. ആംഗ്ലിസിസ്റ്റുകൾ ജയിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസം ഒരു പുതിയ ദിശയിലേക്ക് യാത്ര തുടങ്ങി. മെക്കാളെയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയാമോ? അത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. രക്തത്തിലും നിറത്തിലും ഇന്ത്യക്കാരായിരിക്കണം, പക്ഷെ അവരുടെ ചിന്തയിലും അഭിപ്രായത്തിലും അഭിരുചിയിലുമൊക്കെ അവർ ഇംഗ്ലീഷുകാരാവണം. അതായത്, ലളിതമായി പറഞ്ഞാൽ, കൊളോണിയൽ ഭരണകൂടത്തിനു വേണ്ടി ജോലി ചെയ്യാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കൂട്ടം ഇന്ത്യക്കാരെ ഉണ്ടാക്കിയെടുക്കുക. ഇതായിരുന്നു ശരിക്കുമുള്ള ലക്ഷ്യം. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഒരു സമ്പ്രദായം കെട്ടിപ്പടുക്കുന്നു. അപ്പോൾ ആശയം റെഡി. ഇനി എന്തു വേണം? അത് നടപ്പിലാക്കാൻ സ്ഥാപനങ്ങൾ വേണം, അല്ലേ? അങ്ങനെയാണ് പതുക്കെ പതുക്കെ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ബ്ലൂ പ്രിന്റ് അവർ തയ്യാറാക്കിയത്. നോക്കൂ, മെക്കാളയുടെ മിനിറ്റ് ഒരു തുടക്കം മാത്രമായിരുന്നു. അതൊരു അടിത്തറയിട്ടു. അതിനു മുകളിൽ ഓരോ റിപ്പോർട്ടുകളും ഓരോ കല്ലുകളായി വെച്ച് ഈ സിസ്റ്റം വലുതാക്കി. 1854 വന്ന വുഡ്സ് ഡെസ്പാച്ച് ഒരു വിദ്യാഭ്യാസ വകുപ്പ് തന്നെ തുടങ്ങി. പിന്നാലെ വന്ന ഹണ്ടർ കമ്മീഷൻ പ്രൈമറി സ്കൂളുകളിൽ കൂടുതൽ ശ്രദ്ധിച്ചു. ഒടുവിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിനും തൊട്ടുമുമ്പ് വന്ന സാർജന്റ് റിപ്പോർട്ട് ഒരു ദേശീയ വിദ്യാഭ്യാസ സംവിധാനം എന്ന വലിയ ആശയം തന്നെ മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ പറഞ്ഞവയിൽ ഏറ്റവും പ്രധാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് വുഡ്സ് ഡെസ്പാച്ച് തന്നെയാണ്. അതിനെ വെറുതെയല്ല ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രൈമറി മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള സിസ്റ്റത്തിന് ശരിക്കും രൂപം കൊടുത്തത് ഈയൊരു രേഖയാണ്. ഇനി നമ്മൾ കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഒരു പുതിയ രാഷ്ട്രത്തിനായുള്ള വിദ്യാഭ്യാസം. 1947 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതോടെ എല്ലാം മാറി. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ അടിമുടി മാറി. ഒരു സാമ്രാജ്യത്തെ സേവിക്കുക എന്നതിൽ നിന്ന് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന വലിയ ദൗത്യത്തിലേക്ക് വിദ്യാഭ്യാസം മാറി. നമ്മുടെ പുതിയ ഭരണഘടന വന്നപ്പോൾ വിദ്യാഭ്യാസത്തിന് വലിയൊരു സ്ഥാനം കൊടുത്തു. അതൊരു മൗലിക അവകാശമായി, രാഷ്ട്രം പടുത്തുയർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടൂളായി മാറി. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കണം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, മാതൃഭാഷയിൽ പഠിപ്പിക്കണം. ഇതൊക്കെ കൊളോണിയൽ കാലത്തെ ലക്ഷ്യങ്ങളിൽ നിന്ന് എത്രയോ വലിയൊരു മാറ്റമായിരുന്നെന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു പുതിയ പ്രഖ്യാപനം തന്നെയായിരുന്നു. അടുത്തതൊരു വിപ്ലവമാണ്. അതെ, കോത്താരി വിപ്ലവം. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിവെച്ച ആ പഴയ സിസ്റ്റത്തെ പുതിയ ഇന്ത്യയ്ക്കു വേണ്ടി ഉടച്ചുവാർക്കാൻ നടന്ന ഏറ്റവും വലിയ, ഏറ്റവും ധീരമായ ശ്രമം. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഡോക്ടർ DS കോത്താരിയുടെ നേതൃത്വത്തിൽ വന്ന ഈ കമ്മീഷൻ ശരിക്കും ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. കാരണം ആദ്യമായി ആ കൊളോണിയൽ ചട്ടക്കൂടിൽ നിന്ന് പുറത്തുകടന്ന് ഇന്ത്യയുടെ സ്വന്തം ആവശ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ചേർന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ടാക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമമായിരുന്നു അത്. ഈ കമ്മീഷന്റെ കാഴ്ചപ്പാട് വളരെ വലുതായിരുന്നു കേട്ടോ. വിദ്യാഭ്യാസമെന്ന് പറഞ്ഞാൽ വെറുതെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക എന്നല്ല, മറിച്ച് അത് രാജ്യത്തിന്റെ ഉൽപ്പാദനക്ഷമത കൂട്ടണം, ആളുകളെ ഒരുമിപ്പിക്കണം, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണം, രാജ്യത്തെ ആധുനികവൽക്കരിക്കണം. ഇതിനൊക്കെയുള്ള ഒരു പവർഫുൾ ടൂളാണ് വിദ്യാഭ്യാസം എന്നായിരുന്നു അവരുടെ വിശ്വാസം. കോത്താരി കമ്മീഷൻ തന്ന ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന്, ഒരുപക്ഷെ നമ്മളിൽ പലരും പഠിച്ച ഈയൊരു സിസ്റ്റമാണ് 10+2+3. ഈയൊരു ഘടന രാജ്യത്തെ വിദ്യാഭ്യാസത്തിന് മൊത്തത്തിൽ ഒരു ഏകീകൃത രൂപം കൊടുത്തു.
ഇന്നും അതിന്റെ സ്വാധീനം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ അവസാന ഭാഗത്തേക്ക് വരാം. ഒരു ദേശീയ നയം രൂപീകരിക്കുന്നു. കോത്താരി കമ്മീഷൻ മുന്നോട്ട് വച്ച ആ വലിയ ആശയങ്ങളൊന്നും വെറുതെ കടലാസിൽ ഒതുങ്ങിയില്ല, അത് യാഥാർത്ഥ്യമാവുകയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾക്ക് അത് അടിത്തറയായി. അപ്പോ അത് നടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വന്നു. അതായിരുന്നു ബ്ലൂ പ്രിന്റ്. അതിനെ അടിസ്ഥാനമാക്കി 1968 ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം അതിലെ ചില പോരായ്മകൾ പരിഹരിക്കാനും പുതിയ വെല്ലുവിളികളെ നേരിടാനുമായി 1986 ആ നയം ഒന്നുകൂടി പരിഷ്കരിച്ചു. ഈ 1967 ആദ്യത്തെ നയം കോത്താരി കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ഔദ്യോഗിക അംഗീകാരം കൊടുത്തു. ആ 10+2+3 ഘടന ഉറപ്പിച്ചു. സയൻസിനും കണക്കിനും കൂടുതൽ പ്രാധാന്യം നൽകി. പിന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് തുല്യ അവസരം നൽകണം എന്ന ലക്ഷ്യവും മുന്നോട്ടുവച്ചു. 1986 വന്ന രണ്ടാമത്തെ നയം ഇതിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ടുപോയി. രാജ്യത്തിന് മുഴുവൻ ഒരുപോലെ ബാധകമായ ഒരു ദേശീയ പാഠ്യപദ്ധതി എന്ന ആശയം കൊണ്ടുവന്നു. പൊതുവായ മൂല്യങ്ങൾ വളർത്താനായിരുന്നു അത്. അതോടൊപ്പം സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുമൊക്കെ വിദ്യാഭ്യാസത്തിൽ തുല്യത ഉറപ്പാക്കാൻ പ്രത്യേക ശ്രദ്ധയും കൊടുത്തു. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ. കൊളോണിയൽ ഭരണത്തിന് ആളെ കൂട്ടാൻ വേണ്ടി തുടങ്ങിയ ഒരു സിസ്റ്റം പിന്നീടൊരു വലിയ രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഏറ്റവും വലിയ ഉപകരണമായി മാറി. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഈ നീണ്ട സങ്കീർണമായ യാത്ര, ഈ ചരിത്രത്തിൽ നിന്ന് ഇന്നത്തെ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ? തീർച്ചയായും ഉണ്ട്. എന്തൊക്കെയാണ് ആ പാഠങ്ങൾ? അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്.